Worship the Lord along with you in this blessed morning. അനുഗ്രഹീതമായ നിലയിൽ ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ബോംബാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for Pastor Bogan who is leading this beautiful gathering. ദൈവം കഴിഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ എനിക്ക് വളരെ സഹായകമായി പ്രവർത്തിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജീവ് ഫാമിലി, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for Pastor Saju who was instrumental for me to be here after the reason of God. അതിന്റെ പിന്നിൽ ഈ സഭയെടുത്ത എല്ലാ എഫർട്ടുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I thank God for all the work which the church has taken for that. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ കളക്ട് ചെയ്യാൻ വന്ന പ്രിയ സഹോദരങ്ങൾ ഡിജിറ്റൽ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for Brother Digit and other beloved brothers who collected me from airport. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കാൻ എനിക്ക് ലഭിച്ച അവസരം ഒരു ഭാഗ്യകരമായ അവസ്ഥയായി ഞാൻ കണക്കാക്കുന്നു. I consider this opportunity to stand with the word of God today with you as a blessed opportunity. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പരിഭാഷ നടത്തുന്ന പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അവതരത്തെ സഹായിക്കുന്നു. And I thank God for the brother who is translating this message. Praise the Lord. Praise God. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒത്തിരി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ നമ്മളോടുള്ള ആ സ്നേഹവും കരുതലും എത്ര വലുതാണ്. While I was sitting here, I was just meditating. The love of God is so big in our lives. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഈ ദേശത്ത് വന്നിറങ്ങാൻ ഇടയായിട്ടുണ്ട്. Last Thursday I happened to come to this land. വെള്ളിയാഴ്ച early morning. പ്രിയ പാസ്റ്റർ അന്ന് വൈകിട്ട് എന്നെ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഇന്ന് അല്പസമയം സംസാരിക്കണമെന്ന് പ്രിയ കർത്തൃദാസൻ എന്നെ ഓർമ്മിച്ചിരുന്നു. അതനുസരിച്ച് ഇന്നലെ രാത്രി അല്പസമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന അതേ ചിന്തയാണ് ഇന്ന് പകൽ ഇവിടെ ശുശ്രൂഷിക്കാൻ ഇടയായിട്ടുള്ളത്. Amen. So after I reached here, Pastor Boban asked me whether I can share a message this Sunday. So I was meditating and asking God what I should share. And it's the same message which God spoke to me, which was God has already spoken today morning already. എനിക്ക് സന്തോഷം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആ ദൂത് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I thank God for that message has been confirmed here already. അധികം മുഖവര കൂടാതെ വളരെ പരിമിതമായ സമയത്ത് എൻ്റെ വാക്കുകളെ നിർത്തേണ്ടതുകൊണ്ട് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കും. So without much introduction, because of the time limits, let us quickly go to the word of God. വിശുദ്ധ വേദപുസ്തകത്തിലെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ഒരാൾക്ക് ദൈവസ്ഥലത്തിൽ വായിക്കാം. The Gospel of Mark chapter 4 verse 41, one of us can read aloud. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവരെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. മതി, ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വളരെ വിലപ്പെട്ട ഈ അനുഗ്രഹീത പകലിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനവുമായി ഞങ്ങൾ അവിടുത്തെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തമായ വിടുതലുകൾ ഇന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലഹീനനാകുന്ന അടിയനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ക്രൂശന്റെ മറവിൽ മറയ്ക്കുകയും യേശുക്രിസ്തുവിനെ ഉയർത്താൻ ഇന്ന് പകൽ കൃപ തരികയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിനും വചനവ്യാപനത്തിനും വചനത്തിൽ കൂടി ഉളവാകുന്ന ദൈവിക വിടുതലുകൾക്കുമെതിരെ വാദിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനവാതിൽ ഐശ്വര്യമായി പരിശുദ്ധാത്മാവ് തുറക്കണമേ. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവ സ്നേഹത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ പിതാവേ, നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചു കേൾക്കാൻ ഇടയായിട്ടുള്ളത്. കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ശിഷ്യന്മാരുമായി കർത്താവ് ഒരു യാത്ര പോവുകയും
So as the man of God today was saying that Jesus is going a journey along with his disciples. ആ യാത്രയ്ക്ക് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. And Jesus has a purpose behind that journey. കർത്താവിന്റെ യാത്രകളൊന്നും ഉദ്ദേശങ്ങളില്ലാതല്ല. None of the journeys of the Lord is without a reason. ഇവിടെ കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ ഒരാളെ തേടി കർത്താവ് പോവുക. And as the man of God reminded us, Lord is going with seeking one person. ആ യാത്രയിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രതിസന്ധി അവർക്കെതിരെ കടന്നു വന്നു. And unexpectedly they are encountering a problem. ആ പടകിൽ യാത്ര ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന്. And we can say, if we ask the question who is traveling in the boat, we can say it's the disciples of Jesus. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, But the Holy Spirit told me, അവർ കേവലം ശിഷ്യന്മാർക്കപ്പുറത്ത് beyond the word disciples, കർത്താവിന്റെ മഹത്തായ വലിയ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. oh, these are a group of people who are separated for a great purpose of God. അവരുടെ യാത്രകളിലാണ് അവരെ തകർക്കാൻ പ്രതിസന്ധികൾ ഉടലെടുത്തത്. And it is the hindrances, the problems came to destroy these people. മഹത്തായ പദ്ധതികൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ മണ്ഡലങ്ങളിൽ എത്തിപ്പെടാതിരിക്കേണ്ടതിന് അവരെ വഴികളിൽ തകർക്കാനുള്ള ചില പദ്ധതികളെ കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ നിന്ന് അഴിച്ചു മാറ്റുകയാണ്. Today in this gathering in this church, God is taking away some purposes, some plans of the devil which is hindering great purposes for the children of God. നോക്കിയേ, അവർക്കെതിരെ ആ പ്രതികൂലം കടന്നു വന്നപ്പോൾ when the problem came against them, അവരാൽ കഴിയോളം അത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു. they were trying to balance their boat by themselves, പക്ഷെ പരാജയപ്പെട്ടു. but they failed. ആ സമയത്ത് പരാജയം സംബന്ധിച്ച് അവർ യേശുവിനെ ഉണർത്താൻ തുടങ്ങി. Oh, when they failed, they happened to go to Jesus and arose him. യേശു എഴുന്നേറ്റ ഉടനെ, And when Jesus woke up, ആ പ്രതികൂലത്തെ ശാന്തമാക്കി. oh, he captured the problem. ഇന്ന് പകൽക്കാലം Today morning, അമരാത്ത ചില പ്രതിസന്ധികളെ യേശു അമർത്തുന്ന പകലാണ്. this morning is a morning where Jesus will subside some problems which are standing up. അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് നീ കടന്നു വന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ നോക്കി ദൂത് പറയുന്നു. ചില പ്രതിസന്ധികളെ അമർച്ച ചെയ്യുന്ന യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചലിക്കുകയാണ് ഇതിനകത്ത്. Today morning, if you are sitting here with some problems which are great, which you cannot handle, God's Spirit is telling you, God's Spirit is going to take them away. ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. If your life is ജോലിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. not able to go forward in your കുഞ്ഞുങ്ങളുടെ വഴി അടയപ്പെട്ടിരിക്കുന്നു. അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. you do not know what to do next. ഇന്ന് പകൽക്കാലം യേശു ആ പ്രതിസന്ധിയെ ശാന്തമാക്കുകയാണ്. Today morning, Jesus is bringing peace to this problem. സുഗമമായ യാത്രയ്ക്കെതിരെയുള്ള എല്ലാ പ്രതിസന്ധികളെയും എന്നെ യേശു ഇന്ന് പകൽക്കാലം നിർവീര്യമാക്കുകയാണ്. Jesus is cancelling every problems, every hindrances which is against a peaceful journey. ദൈവമക്കളെ, ഈ പ്രതിസന്ധി ശാന്തമായി. My dear children, this problem got peaceful. പ്രതിസന്ധി ശാന്തമായപ്പോഴാണ് യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ തമ്മിൽ പറയുക, കാറ്റും കടലിലൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇവനാണ്. And when the problems were subsided, the disciples were telling among themselves, who is this man? Even the wind and the waves are obeying him. കൂടെ ഇരിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും ഒക്കെ അധികാരം കൊടുത്ത് കർത്താവ് തെരഞ്ഞെടുത്തവർ ഇപ്പൊ കർത്താവിനെ നോക്കി പറയും, ഇവൻ ആരാ? So the people who were selected by Jesus to be with him is asking among themselves, who is this man? അവർ മനസ്സിലാക്കേണ്ടുന്നത് പോലെ മനസ്സിലാക്കാത്ത ചില മേഖലകളെ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. So Jesus has been teaching them some things which they have not learned as they should. ഒരുപക്ഷെ ക്രിസ്ത്യാനിയായി ജനിച്ച വ്യക്തിയായിരിക്കാം. Maybe a person who is born as a Christian, കാലങ്ങളായി കർത്താവിനെ സേവിക്കുന്നു എന്ന് പറയുന്നവരാകാം. maybe there are some of the people who have been ministering to the Lord for some time. ഏതൊക്കെയോ മേഖലകളിൽ യേശു ക്രിസ്തുവിനെ അറിയാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ
അതൊന്ന് പഠിപ്പിക്കാൻ കർത്താവിന് ഇന്ന് പകൽക്കാലം താല്പര്യമുണ്ട്. But if there are some areas in our lives where we do not know Jesus as He is, Jesus wants to teach us the way we should learn it. ഇവിടെ ഇവർ തമ്മിൽ പറയുക, ഇവൻ ആര്? കാറ്റും കടലും അനുസരിക്കത്തക്കവണ്ണം ഈ കൽപ്പിക്കുന്നവൻ ഇവൻ ആരാ? Here the disciples are talking among themselves, who is this man that the waves and the sea, the wind is obeying him? വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉലകത്തിന് മുഴുവൻ മുൻപാകെ ആരാണെന്ന് വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. Let's praise God. We be children of God who have given the blessing to obey God. Hallelujah. Praise the Lord. Hallelujah. ദൈവമക്കളെ, അവനാരാണ്? Who is Jesus? അവനാരാണെന്നുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ ആൻസർ നമ്മൾ ഇവിടെ കണ്ടെത്തി. അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. So if we ask the question, who is Jesus, we find the first answer, He is a God who has authority over the nature. നമുക്കെതിരെ ഉയർന്നു വരുന്ന ഏത് പ്രതിസന്ധികളെയും നിർവീര്യമാക്കാൻ അവന്റെ ഉയർന്ന കരത്തിന് ശക്തിയുണ്ട്. His rising hand has power to subside all the problems which is against you. നിന്നെ താഴ്ത്തിക്കളയാൻ, മുക്കിക്കളയാൻ, നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏത് പ്രതിസന്ധിയെയും നിർവീര്യമാക്കാൻ നിനക്കെതിരെ ഉയർന്നു വരുന്ന ഒരു അധികാരത്തിന്റെ കരം അവൻ നിനക്കായുണ്ട്. അത് യേശുവിന്റെ കരമാണ്. The stretched arm of Jesus Christ has authority to capture every hindrances which is against you. അവൻ ആരാണെന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം. And the second question for answer for the question, who is Jesus? പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ, And dear pastor has reminded us. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമായി. Chapter 5 of Gospel of Mark, verse 8. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാൻ യേശു കൽപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ആൻസർ, അവൻ ദുരാത്മ മണ്ഡലത്തിനു മീതെ അധികാരമുള്ളവനാണ്. And the second answer is that he has power and authority over evil spirits. നമുക്കറിയാം, ചരിത്രമൊക്കെ പാസ്റ്ററുടെ പറഞ്ഞു. Pastor had said some history. ഗദരദേശത്തിലെ ഒരു നല്ല ചെറുപ്പക്കാരൻ, A good man in the land of Gadarenes. പക്ഷെ അവനെ നന്നായി ജീവിക്കാൻ അനുവദിക്കാതെ അവന്റെ ജീവിതത്തെ ആ ദേശത്തിന് ഒരു ബാധ്യതയാക്കി മാറ്റുന്ന ഒരു പൈശാചിക മേഖല അവന്റെ ശരീരത്തിൽ കുടികൊള്ളുകയാണ്. But there is this evil power residing in his body which is not letting him to be the good man who he is. അവൻ ആർക്കും വഴങ്ങത്തില്ല. He will not obey anybody. അവനെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. Nobody is able to. അവൻ വീട്ടിലല്ലത് കിടക്കുന്നത്. And he is not sleeping in his അവൻ house. കിടക്കുന്നത് കല്ലറയ്ക്കകത്താണ്. He is sleeping in the graveyard. ആ ദേശത്തിന് അവനൊരു ഭീതിയാണ്. He is a fear among the people. അങ്ങനെ ഭീതിയായി കിടക്കുന്നവനെ തേടി And if this man is being sought, ചെല്ലാൻ ആരുമില്ല. and nobody is willing to go to this man, പക്ഷേ കർത്താവ് ചെയ്തു. but Jesus went in search of him. ആരും അന്വേഷിക്കാനില്ലാത്തതിനെ, The ones who are not nobody to be searched for, ആർക്കും ഒതുക്കാൻ കഴിയാത്തതിനെ, ചിലതിനെ, some of the things which nobody can control, ആർക്കും പിടിച്ചെടുക്കാൻ കഴിയാത്ത ചിലതിനെ things which nobody can take, പിടിച്ചെടുക്കേണ്ടതിന്, to capture them, ദൈവകൃപയിൽ ഒതുക്കേണ്ടതിന്, to be controlled by these people, ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന് to be used by the glory of God. യേശു ചെല്ലും. Oh, Jesus will go. ഇന്ന് പകൽക്കാലം Today morning, ആർക്കും പ്രയോജനമില്ല എന്ന് കരുതുന്ന ചിലതിനെ some people who are തേടി ചെന്നിട്ട് being searched for by Jesus Christ, വല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുന്ന ചിലതിനെ some people who are in difficult circumstances, തിരിച്ചു പിടിക്കുന്ന കർത്താവിന്റെ അധികാരം ഇതിനകത്ത് ശക്തിയോടെ വ്യാപരിക്കുകയാണ്. oh, the power of God is manifested here to capture some people like that. നമുക്കറിയാം, Hallelujah. കർത്താവ് അവിടെ ചെന്നപ്പോ കർത്താവിനെ എതിരേറ്റ് വന്നത് ഇവനായിരുന്നു. We know when Jesus this man came to reach Jesus. അവന്റെ മേലുള്ള ദുരാത്മാവിനെ കർത്താവ് ശാസിച്ചു. And Jesus ordered the evil power in him to be peace. അവൻ സുബോധമുള്ളവനായി മാറി. And he became a man of sound mind. കർത്താവ് പോകാൻ നേരത്തെ കർത്താവിനോട് ചോദിച്ചു, ഞാനും പോരട്ടെ കൂടെ? And when Jesus was leaving, he was asking Jesus, shall I come with you? കർത്താവ് വേണ്ട, And Jesus said, no.
ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തെക്കപ്പൊലി നാട്ടിലൊക്കെയും പോയി പറയണം. And Jesus said to him, you needn't come with me, but tell everybody in the land of Decapolis what I have done to you. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സകലരും ഭൂതഗ്രസ്തനായി കണ്ടപ്പോ അവനിലുള്ള സുവിശേഷകനെ കണ്ട് അവന്റെ അടുക്കിലേക്ക് ചെന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. When everybody saw this man as a man possessed by evil spirit, Jesus saw this man as an evangelist for the land of Decapolis. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ കർത്താവിന്റെ വലിയ സ്നേഹം തേടി വന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാം. Oh, can we praise God for God has come in search of us, we being people needed by nobody. യേശു ആരാണെന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം. So the second answer for the question who is Jesus? അവൻ ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവാണ്. He is God having power and authority over evil forces. മൂന്നാമത് അവൻ ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം. And for the third answer, അഞ്ചാം അധ്യായത്തിൽ 27 മുതലുള്ള വാക്യങ്ങൾ വളരെ പരിചയമുള്ള വാക്യമാണ്, നമുക്ക് വായിക്കാം. we know very familiar verses from 27 onwards in the book from the chapter 5. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രങ്ങൾ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥമായി എന്ന് അവന്റെ ശരീരത്തിൽ അറിഞ്ഞു. മതി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. It's a very familiar passage and we know all of it. യേശു ക്രിസ്തു ഗദരദേശത്ത് നിന്ന് വന്ന് വീണ്ടും താൻ ആയിരുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ ഒരുപറ്റം പുരുഷാരം തന്നെ അടുക്കൽ ഇങ്ങനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. So when from the land of Gergeses, Jesus has returned and there is a multitude of people surrounding Jesus. ആ സമയത്ത് ഒരു പള്ളിപ്രമാണിയായ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ മകൾ ദീനമായി കിടക്കുന്നു, എന്റെ മകളെ ഒന്ന് വന്ന് തൊടണം. And at that time a man from the synagogue is coming and saying to Jesus, my daughter is very sick, come and touch my daughter that she may live. അവനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ പുരുഷാരം യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. And while Jesus is talking to this man, the multitudes are pressing Jesus. പുരുഷാരം തിരക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിന്റെ അടുക്കൽ വരിക. And among the multitude there is one particular woman who is coming to Jesus seeking him. അവൾ ഒരു കാര്യം കേട്ടിട്ടാണ് വന്നത്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. And she had heard one thing in her life, Jesus is a God who can heal. പക്ഷേ അവൾ അവലംബിച്ച വഴി അതിനു മുൻപാരും അവലംബിച്ചിട്ടില്ല. But the method, the way which she has chosen, nobody has ever taken that way in before. കർത്താവ് പലരെയും തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. Jesus has touched many people and healed them. കർത്താവ് കൽപ്പിച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട്. Jesus has commanded to sicknesses and healed people. പക്ഷേ കർത്താവിനെ തൊട്ടാരും സൗഖ്യം പ്രാപിച്ച ഒരു ചരിത്രം അവരുടെ മുൻപിലില്ല. But nobody has ever dared to touch Jesus and get healed. ദൈവമേ, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. Dear child of God, let me remind you with love. മറ്റാരും പ്രാപിച്ചിട്ടില്ലാത്തൊരു മാർഗം അവലംബിപ്പാൻ പരിശുദ്ധാത്മാവ് നിനക്ക് നിയോഗം തന്നാൽ ആ നിയോഗം ഏറ്റെടുത്ത് ഇന്ന് പകൽ ഇതിനകത്ത് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? The Holy Spirit is giving you an unction to select a method, a way which nobody else has taken, or take that way with boldness. അവളുടെ ചരിത്രം നമുക്കറിയാം. അവളുടെ ശരീരത്തിൽ അവൾ ഒരു രോഗവും വഹിച്ചുകൊണ്ട്. We know about this woman. She is having a problem in her body. കഴിഞ്ഞ 12 വർഷമായിട്ട് സഞ്ചരിക്കുക. And she is traveling with that sickness for last 12 years. പല ഡോക്ടേഴ്സിനെ കാണിച്ചു. She has gone to many doctors, ഒരു സ്ഥലത്ത് സൗഖ്യമില്ല. but no healing from anybody. സമ്പത്തെല്ലാം നഷ്ടമായി. She lost all her wealth because ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. and she has come to a place where she lost everything. മിനിറ്റിലായിരിക്കും ഒരുപക്ഷെ കർത്താവിനെ കുറിച്ച് അവൾ കേൾക്കാൻ അറിയാനിടയായി. And maybe it's in the last minute of her life she is hearing about Jesus. എല്ലാ വഴികളും അറിയപ്പെട്ട, All the doors being closed, സാധ്യതകളെല്ലാം തീർന്നപ്പോൾ all the chances, സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് അറിഞ്ഞ, but she came to know a Jesus. ഇന്ന് പകൽ ഇതിനകത്ത് കാര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ And if someone like her is hearing നിന്നെ സൗഖ്യമാക്കാൻ to
today to heal you, നിന്നെ തൊടാൻ, to touch you, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ, to solve your problems in your life, നിന്റെ വിഷയത്തിന് മറുപടി തരാൻ, to give answers to your questions, ലോകത്തിന് തരാത്ത മറുപടി തരാൻ to give answers which the world cannot. യേശു ക്രിസ്തുവിന് കഴിയും. But Jesus can do all of this. അവൾ വിശ്വസിച്ചു വന്ന് തൊടുക. Oh, this woman is coming to Jesus with faith to touch him. നമുക്കറിയാം, We know. ആരും യേശുവിന്റെ വസ്ത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ച ഒരു ചരിത്രമില്ല. Oh, there is no history, nowhere we can see in the Bible that somebody has come to touch Jesus or his clothes and get healing. ആയിരക്കണക്കിന് ആളുകൾ തിരക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ Oh, hundreds of people are pressing him. അവൾ യേശുവിനെ തൊട്ടു. But this woman is touching Jesus. ഉടനെ വചനം പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. So then we read in the word of God, power left Jesus. ഇന്ന് പകൽക്കാലം Today morning, രോഗപ്രയാസങ്ങളാൽ ഭാരപ്പെട്ട ആരെങ്കിലും ഇതിനകത്തായിരിക്കുന്നെങ്കിൽ, if anybody of you here, വിശ്വസിച്ച് നീ തൊട്ടാൽ if you touch Jesus with അവനിൽ faith, ഒരു ശക്തി നിന്നിലേക്ക് പുറപ്പെടുകയാണ്. the power of God will ഒരു അസാധാരണ ദൈവസാന്നിധ്യത്തിനകത്ത് ഇറങ്ങിയിട്ട് it's open. കാലങ്ങളായി ശാരീരിക മണ്ഡലത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില രോഗാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് Break the power of sickness in the name of Jesus. Hallelujah. അർത്ഥരാജന പ്രൗഢരചാരമാന അവേരവ ശൈലകരണരഹസ്യഖേരിയാന കാലങ്ങൾ പഴക്കമുള്ള ചില രോഗങ്ങൾ. Oh, sicknesses which have been chronic. വൈദ്യന്മാർ എഴുതി തള്ളിയ ചില രോഗങ്ങൾ. Sicknesses which doctors have written off. ഇനി ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞ ചില രോഗങ്ങൾ. Oh, there is no treatment being documented. ആർക്കും അറിയാത്ത ചില രോഗങ്ങൾ. Oh, some secret illnesses. ആ രോഗമണ്ഡലങ്ങളിലേക്ക്, ശരീര മേഖലകളിലേക്ക് യേശുവിന്റെ സൗഖ്യത്തിന്റെ കരം ഇന്ന് പകൽ അതിശക്തിയോടെ വ്യാപരിക്കുകയാണ്. And the power of God is being stretched into these sicknesses in Jesus' name. Praise the Lord. Hallelujah. വചനം പറയുന്നു, ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിച്ചു. The word of God says, quickly she was healed. ദീർഘകാലം അവൾ അനുഭവിച്ച അസ്വസ്ഥത ക്ഷണത്തിൽ സൗഖ്യമാകാനിടയായി. This chronic problem was quickly and immediately resolved. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, Let me remind you today morning, എത്ര പഴക്കം ചെന്നതാണെങ്കിലും, despite how long your എത്ര problem is, മാരകമായതാണെങ്കിലും, oh how bad your problem is, ആർക്കും കഴിയാത്ത വിഷയമാണെങ്കിലും, what does it matter? Nobody can solve it. പരിഹരിക്കാൻ കഴിയുന്ന യേശു ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. Jesus who can solve your problem is right in here in your midst. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, In the chapter 5 of Gospel of Mark, Gospel of Luke, 38 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ കിടക്കുന്ന ചരിത്രം. a man lying on the streets up with 38 years. അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. Oh, his problem is there is no man to help this man. അവനെ സഹായിക്കാൻ ആരുമില്ല. There is no person to help him. അവൻ കിടക്കുന്ന സ്ഥലത്തിന്റെ പേര് കരുണയുടെ ഭവനമെന്ന ബെഥെസ്ദ. Bethesda is the name of the place where he is lying down. പക്ഷെ അവനെ സഹായിക്കാൻ ആരുമില്ല. But there is no person to help this ആ man. മാരക രോഗവും പേരിക്കൊണ്ട് കഴിഞ്ഞ 38 വർഷം വരെ അവനോട് കിടക്കുക. And he is lying in this place for 38 years bearing this great illness. അവൻ കിടപ്പ് ആരംഭിച്ചതിന് ശേഷം വന്ന പല പ്രിയപ്പെട്ട ഒരു സൗഖ്യം പ്രാപിച്ചു. Oh, many people who came there after him has been healed. പലരും സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ അവന്റെ ഹൃദയം പിടയുകയാണ്. His heart is trembling of pain when many people are leaving up getting healing, but not him. എന്റെ ജീവിതത്തിൽ എന്നൊരു വിടുതൽ നടക്കും. When will I get the healing? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, Today morning, my dear children of പല God, പ്രിയപ്പെട്ടവരും വിടുതൽ പ്രാപിക്കുമ്പോൾ, when our brothers, sisters, friends receiving deliverances, പല കുഞ്ഞുങ്ങളും വിടുതൽ പ്രാപിക്കുമ്പോൾ, when many children receive deliverances, പല സഹോദരങ്ങളും വിടുതൽ പ്രാപിക്കുമ്പോൾ, when our dear ones receive deliverances, നിന്റെ അന്തരംഗം പലപ്പോഴും പറയുന്നുണ്ട്, many times our mind tells us, എന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും. when I receive a deliverance from God, താമസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, when it's getting delayed, you need to യേശു remember ഡയറക്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകില്ല. Jesus is going to deal your problem by himself. ലേറ്റ് ആകുമ്പോൾ
പക്ഷേ ഒത്തിരി കാലമായി ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കരഞ്ഞു. എന്ന ഒരു വിടുതൽ നടക്കുക. കർത്താവിന്റെ മകൻ എന്നെ നോക്കി ദൂത് പറയുന്നു, കർത്താവ് ആ വിഷയത്തെ ഏറ്റെടുക്കാൻ പോകുക. Oh, some of you are saying in your hearts, Pastor, for many years that I've been praying, I've been thinking, I've been fasting, but to you, Holy Spirit is telling, your problem is going to be taken by himself, him alone. വേറൊരാളെ ഏൽപ്പിക്കുകയല്ല. He is not going to dedicate it to somebody, കർത്താവ് ഏറ്റെടുക്കുക. but Jesus is going to take ഇന്ന് him. മകൻ അതിനോട് ചേർന്ന് തന്നെ പരിശുദ്ധാത്മാവിനെ അർപ്പിക്കുന്നു. Holy Spirit is reminding somebody of you. ആരും എനിക്കില്ലെന്ന് ഓർത്ത് കരയുന്ന ജനതേ, Someone among you is കർത്താവ് crying, ചേർത്ത് പിടിക്കുന്ന പകലാ. but Jesus is holding you close to ഒരിക്കൽ himself. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, David once said like this, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, my father and my mother left me, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. but the Lord has taken. ആരും നിനക്ക് ഇല്ലെന്ന് നീ പറയരുത്. Do not say that you do not have anybody. നിനക്കൊരപ്പനുണ്ട്, You have a father. നിനക്കൊരമ്മയുണ്ട്, You have a mother. അവന്റെ യേശുവാണ്. That is Jesus അവൻ Christ. നിനക്ക് എല്ലാമാണ്. He is everything to you. ദൈവമേ, നീ അനാഥനല്ല. My dear child of God, you are not ദൈവമേ, alone. നീ അനാഥയല്ല. My dear child of God, you are not alone. യേശു നിന്റെ കൂടെയുണ്ട്. Jesus is with you. നീ പതറാനവൻ സമ്മതിക്കത്തില്ല. He will not let you stumble. നീ താഴാനവൻ സമ്മതിക്കത്തില്ല. He will not let you fall down. മറ്റുള്ളവരുടെ മുൻപാകെ നീ ഇന്നതാണെന്ന് അപമാനിക്കപ്പെടാൻ നിന്നെ അവൻ വിട്ടുകൊടുക്കത്തില്ല. He will not let you left alone to be neglected by everybody. യേശു ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിച്ച് When Jesus went to this man, എന്റെ ചിന്ത ഞാൻ പറയുക, let me tell you my thoughts. അവനെ ചേർത്ത് പിടിക്കാൻ, അവനെ കൈ പിടിക്കാൻ ആരും അവന്റെ അടുക്കൽ ചെന്നിട്ടില്ല. Oh, there is no people who has gone to him to get യേശു him. യേശു അവന്റെ അടുക്കൽ ചെന്നു അവനെ ചേർത്ത് പിടിച്ചു. Oh, Jesus went to him and made him close to him. അവനോട് പറഞ്ഞു, And Jesus told him, എഴുന്നേറ്റ് നടക്ക്, oh, arise and stand and walk. എഴുന്നേറ്റ് നടക്ക്. Stand and walk. സ്തോത്രം. വചനം പറയുന്നു, ദീർഘവർഷങ്ങൾ അവനെ കിടത്തിയ ആ രോഗത്തിന്റെ കെട്ട് അവനിൽ നിന്ന് അഴിഞ്ഞു മാറി. Oh, the word of God says that the bondage which was holding him for many years has been delivered that day. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു Today morning, Jesus whom you are hearing, അത്ഭുതങ്ങളുടെ ദൈവമാണ്. oh, is a God of miracles. നിന്റെ ശാരീരിക മണ്ഡലത്തെ വല്ലാതെ കുഴയ്ക്കുന്ന ഏത് രോഗമേഖലയായാലും ഇന്ന് പകൽ യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അതിശക്തിയോടെ വ്യാപരിക്കുകയാണ്. The stripes of Jesus Christ is powerfully manifested in your lives to heal you today morning. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യം So പ്രാപിച്ചു. we see that Jesus who has touched people and people who have touched Jesus has been healed. ഈ സഭായോഗം കഴിയുമ്പോൾ Today after this service, അസാധാരണമായ വിടുതലെ കൊണ്ട് ഇവിടുന്ന് പോകാം. supernatural deliverances and healings come to Yes. your life. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ചേർത്തടിച്ച് Can you clap your അത്ഭുതത്തിന്റെ hands ശക്തിയോടെ ദൈവത്തെ and സ്തുതിച്ച് worship Jesus? വികാരങ്ങളെ ഹടകസിദ്ധേയാല Hallelujah. അർത്ഥവേദനാല പ്രൗഢന ശബ്ദനാല Hallelujah. അസാധാരണമായ ഒരു ദൈവിക വിടുതലിനെ രംഗത്ത് എന്റെ മകൻ പരിശുദ്ധാത്മാവ് ചെയ്തവരേ. Hallelujah. Praise the Lord. Amen. ഇന്നേക്ക് ഒരു 12 വർഷം മുമ്പ് ഞാനൊരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. 12 years before from now, I started a new ministry, a new work. ശരി, ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിൽ It was a difficult place. എന്നോട് ദൈവാത്മാവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ദേശത്തെ പിടിച്ചെടുക്കാൻ പറ്റിയല്ല. And Holy Spirit told me, without fasting and prayer, you won't be able to capture this. കണ്ടിന്യൂസ് ഉപവാസവും പ്രാർത്ഥനയും ഇങ്ങനെ തുടർന്നു വരികയാണ്. So I have been fasting and praying continuously for many days. ഒരു 3-4 പേരൊക്കെ ആരാധനയ്ക്ക് വന്നു തുടങ്ങി. So 2-3 people started to come for the worship. അത് ഒരു 4 ഫാമിലിയിലേക്ക് എത്തി. And it progressed and developed into 4 families. അഞ്ചാമത് ഞങ്ങൾക്ക് ഒരു പുതിയ ഫാമിലി വന്നപ്പോൾ ഞങ്ങൾ സന്തോഷം തോന്നി. And we were very happy when the 5th new family came. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. And we greeted and welcomed them with much joy. മൂന്നാമത്തെ ആഴ്ച ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞു. വന്ന സഹോദരി ഒരു ചെറിയൊരു പ്രയാസമായിട്ട് വേറൊരാളുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്നതാണ്.
പക്ഷേ ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ത്രോട്ടിന് ക്യാൻസർ. And the third week we came to know this news that this sister who came was having cancer in her throat. ആ സഹോദരിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനിരിക്കെ RCCയില് ചെല്ലാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ആ ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കെ അവരുടെ ഹസ്ബൻഡിന് ഡെങ്കു ഫീവർ പിടിച്ചു. And this sister being going to regional cancer center, her husband developed dengue fever. രണ്ട് പ്രയാസം. ഈ രണ്ടുപേര് ആകെപ്പാടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, സഭ മാത്രമേ ഉള്ളൂ. So two major problems in their lives with nobody there to help them but just church. നമ്മൾ എന്ത് ചെയ്യും? And we were asking what can we do, വളരെ ചെറിയൊരു പ്രവർത്തനം. because we have just started this ministry. നിങ്ങളെ പോലെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളില്ല. വളരെ ചെറിയൊരു കൂട്ടം. We were not having much people like you in that church. We were just very few in number. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, And Holy Spirit told me, പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞു. He asked me to sit down for prayer. ഞങ്ങൾ ദൈവമക്കൾ And we children of God, ഒരുമിച്ചിരുന്ന് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. we held our hands together and started to pray. നിങ്ങൾക്കറിയാമോ, Do you know, ഡെങ്കു ഫീവർ പിടിപെട്ട് ബ്ലഡ് കൗണ്ട് ഒക്കെ വളരെ ലോ ആയി കിടന്ന മനുഷ്യൻ this man, his blood count being so low because of dengue fever, മൂന്നാമത്തെ ദിവസം സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ വന്നു. third day he was healed and he came back to his house. അത് കഴിഞ്ഞും ഈ സഹോദരി RCC കൊണ്ടുപോയി. So after that, the sister was taken for treatment to regional cancer center, the hospital. സർജറി ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്തു. And they said, okay, you need a surgery, and they did the surgery. ബയോപ്സിക്ക് അയച്ചു. And they took some sample and sent for tests for a biopsy. ബയോപ്സി റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് സിസ്റ്റർ പീനയോട് ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചത്? And they took the biopsy report. When the report came, and they asked his sister, her name is Veena, and the doctor asked her, what happened? How did this happen? ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ സെല്ലുകൾ ഉണ്ടായിരുന്നു. Because when we first tested your cells, there were cancer cells. ഇതിപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. But what happened now? The doctor asked her. ഞാൻ പറയട്ടെ ദൈവമക്കളെ, Let me tell you children of God, ഒത്തിരി പേരില്ലായിരുന്നെങ്കിലും there were not much people to pray, ഉണ്ടായിരുന്ന കുറച്ച് പേര് but few people. കരം കോർത്ത് പിടിച്ച് കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. When these people were holding their hands and praying to God with tears. എന്റെ യേശുവിന്റെ ആ സൗഖ്യത്തിന്റെ കരം ആ പ്രിയ സഹോദരനെ Oh, അനുഭവിച്ചു. the powerful hands of God touched this sister. ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് മാത്രമല്ല കർത്താവ് സൗഖ്യമാക്കുന്നവൻ, അവൻ ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. God will heal you today as well. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Do you believe it today? അവന്റെ സൗഖ്യത്തിന്റെ കരം എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? The healing hand of God will touch you. Pray to God in faith. ഇന്ന് പകൽ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, If there is somebody with faith, if you pray, ശക്തമായ ചില വിടുതലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. some mighty answers and deliverances are going to come to you. യേശു ആരാണെന്ന ചോദ്യത്തിന്റെ മൂന്നാമത്തെ ആൻസർ, The third answer to the question, who is Jesus? അവൻ രോഗശക്തിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. He is a God who has power over illnesses and sicknesses. നാലാമത്തെ വിഷയം നമുക്കറിയാം. The fourth area we know. 5-ാം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. Mark chapter 5, from verse 39 we can read it. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗം. We know this portion. പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞ കാര്യം ഞാൻ തൊട്ടാണ് മുമ്പോട്ട് വന്നത്. So I was mentioning to you about Jairus who was going to Jesus. Jairus being this ruler of the synagogue, asking for healing for his daughter. ആ സംഭവം നമ്മൾ പഠിക്കുമ്പോൾ, And when we learn this passage, കർത്താവ് കൂടെ കൊണ്ടുപോയത് എല്ലാവരെയും കൊണ്ടുപോയില്ല. Jesus was not taking everybody with him.
കർത്താവ് എല്ലായിടത്തും എല്ലാ ശിഷ്യന്മാരെയും കൊണ്ടുപോകാറില്ല. So we can see that Jesus does not take all his disciples with him everywhere he goes. കർത്താവിന് പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കുന്ന ചിലരെ ചില പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോകും. But Jesus will take certain disciples with him whom he thinks that they will be useful for his purposes. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. Children of God sitting here should pray powerfully. നിനക്ക് പ്രയോജനപ്പെടേണ്ട സ്ഥലത്ത് എന്നെ കൊണ്ടുപോകണമെന്ന് ഓർത്ത്. Oh, you should pray that, Lord, take me to the place where you want me to be useful for you. ആ വീട്ടിനടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ When Jesus was going to this house, ആ വീട്ടിൽ വളരെ ബഹളം കേൾക്കുക. near this house there is much noise being ഒരു heard. മരണവീട് എങ്ങനെയായിരിക്കുന്നോ അതിന്റെ എല്ലാ പ്രതീതിയും അവിടെ ഉണ്ട്. Oh, there is much mourning like a death house. There's everything similar happening there. അപ്പൊ ആ കൊച്ചുമോള് മരിച്ചിരിക്കുക. Oh, what happened? This little girl has died. ആ പിതാവിന്റെ വേദന മാതാവിന്റെ വേദന എത്ര അസഹനീയമായിരിക്കും. Oh, it is unbearable for the pain which this father and mother is having. യേശു ആ വീട്ടിനെ തേടിച്ചെത്തി. And Jesus is going close to this house. ആ കരഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി. And Jesus asked everybody who is mourning to get out of the house. നോക്കിയേ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ക്ഷണികനെയൊക്കെ പുറത്താക്കുക. Oh, I understand. God, Jesus is asking some people to get out for the work of God to happen. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ. My dear children of God, let me tell you, വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ in the Gospel of Luke chapter 15 we read, ഒരു മകനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. we read about a son, a child. ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു. A father had 2 sons. അതിൽ ഇളയ മകൻ തനിക്ക് വേണ്ടുന്നത് വാങ്ങിക്കൊണ്ട് And the younger one took all what he required, he needed, വിദൂരതയിലേക്ക് പോയി. and he traveled far. അവനെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. And what is the word of God right about him? അവൻ മരിച്ചവനായിരുന്നു. He was dead. അവൻ ജീവനുള്ളവനാണ്, എന്നാൽ അവൻ ആത്മാവ് സംബന്ധിച്ച അപ്പനുമായുള്ള ബന്ധത്തിൽ മരിച്ചവനാണ്. He is alive, but in his relationship to his father, he is dead. പലരും പെന്തക്കോസിലാണ്. Many of us are in Pentecost. പലരും പേരിൽ വിശ്വാസത്തിലാണ്. Many of us are in namesake faith believers. അപ്പനും അമ്മയും ആരാധിക്കുന്നുണ്ട്, പലരും ആരാധിക്കുന്നുണ്ട്. We are coming to the church and worshiping God because our father and mother is coming here and worshiping God. പക്ഷേ ആത്മാവ് സംബന്ധിച്ച് But in relationship to the spirit of God, ജീവനില്ലാത്ത മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. we are dead compared to being alive. നോക്കിയേ, ആ മകൻ മടങ്ങി വരുമ്പോൾ Oh, when the Son of God is coming back, വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി നിന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. this father is expectantly looking at him and saying, ഈ മകൻ മരിച്ചവനായിരുന്നു this എന്ന്. son of mine was dead. മക്കളെ, My dear child of God, ആത്മമരണം സംഭവിച്ച ഒത്തിരി വിശ്വാസികൾ പെന്തക്കോസ്ത് there are കോളത്തിലാണ്. many believers in the Pentecostal churches who are dead spiritually. അവിടെ ഒരു ഉയർപ്പ് നടക്കേണ്ടതിന് There need to be a rising power of God to be manifested there. ചിലതിനെ മടക്കി എടുക്കേണ്ടതിന് Oh, so that some people will be taken back, returned. യേശു കർത്താവിന്റെ മകൻ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. Jesus Christ has come here to do that. പേരിന് പാട്ടുണ്ട്, Oh, for namesake songs are there. പേരിന് ആരാധനയുണ്ട്, Namesake praise and worship is there. പേരിന് വർഷിപ്പിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. Oh, there are all the things for worship there. പക്ഷേ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ മരിച്ചു കിടക്കുന്നു. But death resides in several areas. നിന്നെ തിരികെ പിടിക്കാൻ യേശുവിന് താല്പര്യമുണ്ട്. But Jesus wants to take you back to life. ചിലതിനെ പുറത്താക്കിയിട്ട് But he wants to make something യേശു to go ചിലതിനെ up. പിടിയെടുക്കുകയാണ്. And Jesus wants to capture some things. ഇന്ന് പകൽക്കാലം ആത്മമരണത്തിലേക്ക് നയിക്കുന്ന ചിലതിനെ എന്നെ യേശു അധികാരത്തോടെ പുറത്താക്കുകയാണ്. Oh, Jesus with authority is asking some things in life to get out of your life. യായിറോസിന്റെ വീട്ടില് കരഞ്ഞുകൊണ്ടിരുന്ന ചിലതിനെയൊക്കെ കർത്താവ് പുറത്താക്കി. In the house of Jairus, Jesus asked the people who were mourning, get out of this house. യേശു പ്രധാനപ്പെട്ട ശിഷ്യന്മാർ യായിറോസിന്റെ വീട്ടിനകത്തേക്ക് കയറി. Jesus and some of the important disciples went into the house. യേശു അകത്ത് കയറാൻ
തടസ്സമായ അകത്തുള്ളതെല്ലാം പുറത്തു പോകട്ടെ. Oh, let everything which is inside you, which is against Jesus to come inside you, let it move out of yourself. നിങ്ങളെ നന്നായി വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തരുന്നുണ്ട്. Oh, God is giving me discernment to discern you. അത് വാക്കാകട്ടെ, ചിന്തയാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ഏതുമാകട്ടെ. Oh, let it be words, thoughts, or deeds, whatever it be. യേശു ക്രിസ്തു നിങ്ങളുടെ അകത്ത് കയറുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പുറത്തു പോകട്ടെ. Oh, let the things which is inside you, which is hindering Jesus to come in, let it move out. അവൻ അകത്ത് കയറിയാൽ നിങ്ങളിലേക്ക് ഒരു ജീവൻ വ്യാപരിക്കാൻ. Oh, if he comes in, there will be power and life manifesting in you. നോക്കിയേ, യേശു യായിറോസിന്റെ വീട്ടിനകത്ത് കയറി. Look, Jesus is coming inside out Jairus. മരിച്ചു കിടക്കുന്ന ബാലയെ കാണാനല്ല കയറിയത്. Oh, Jesus did not come in to see the little girl who is dead. മരിച്ചു എന്ന് പറഞ്ഞതിന് ജീവനോടെ കൊടുക്കാനാണ് കർത്താവ് ചെന്നത്. But Jesus went in to give life to this little girl who is dead. യേശു ഒരു വീടിനെ നോക്കി യാത്ര ചെയ്താൽ, Oh, if Jesus is going looking at a house, കർത്താവിന് ഉദ്ദേശമുണ്ട്. oh, he has a purpose in his mind. ചില വിലാപ ഭവനങ്ങളെ വിരുന്നു വീടാക്കുന്ന Oh, he wants to change some mourning houses into some banqueting houses. ശക്തമായ ചില ദൈവപ്രവൃത്തികൾ ദൈവം അയക്കാൻ Some പോകുകയാണ്. powerful plans and work of God is sending into your life. വചനം പറയുന്നു, ആ ബാലനെ നോക്കിയിട്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൈപിടിച്ച് യേശു എഴുന്നേൽപ്പിക്കുകയാണ്. Jesus is holding her hand and speaking to her and to you. Rise up in Jesus' name. പല തലമുറകളും കൈവിടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. Oh, many parents are here who have lost your children. അവൻ ആ കുഞ്ഞിനെ കരവിന്റെ കർത്താവിന്റെ പകൽക്കാലം ഏറ്റെടുത്തു. Today morning, Jesus is going to hold these children's hand. എത്രപേർ പ്രാർത്ഥിക്കും? How many of you will pray? അവൻ വിശ്വാസത്തോടെ How many of you will pray with faith? തലമുറകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് Oh, കൈമാറി hand over next generation into God's hand. കർത്താവിന്റെ കരവ കുഞ്ഞിനെ മേലെ വെക്കേണ്ടത്. God, Jesus will place His hands upon them. കർത്താവിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് അവന്റെ കടന്നുചെല്ലേണ്ടതിന് That His grace will be transferred into this next generation. ഇന്ന് മുതൽ എത്രപേർ പ്രാർത്ഥിക്കും? How many of you will pray today morning? പ്രിയ പിതാവേ, Dear Father, dear Mother, നിങ്ങളെ കരഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്. oh, you're crying, remembering, and being reminded of your children. ഒരുപക്ഷെ ആരും അത് അറിഞ്ഞിട്ടില്ലായിരിക്കും. Oh, maybe nobody is seeing that. പക്ഷെ കർത്താവിന്റെ കൈകൊണ്ട് കൈമാറും. Oh, but can you transfer it, give it over to Jesus? കർത്താവ് ചിലതിനെ കൈയേൽക്കാൻ പോകും. Oh, because God is going to take it over. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ Oh, if you are happy and joyful, believing in God, praise God. നീ നിന്റെ തലമുറയെ കുറിച്ച് അലമുറയിടാതെ വേണം. Oh, do not നിന്റെ cry over വീട്ടിലേക്ക് this. ശക്തമായ ദൈവപ്രവൃത്തി ദൈവം അയക്കുന്നതിനാൽ But God is going to keep working powerfully in your lives. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Oh, praise God, believe with faith in your heart. യെസ്, യേശു മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമാണ്. Yes, Jesus is God who has power and authority over death. ദൈവമക്കളെ, Children of God, ബഥാനിയിലെ ഭവനത്തെ കുറിച്ച് നമുക്കറിയാം. oh, we know about the family in Bethania. അറിയാത്ത ഭാഗങ്ങളൊന്നുമല്ല ഞാൻ Oh, സംസാരിക്കുന്നത്. I'm talking about very familiar portions. ബഥാനിയിലെ ഭവനത്തിന്റെ പ്രത്യേകത ഏതാ? What is special about the family in Bethania? കർത്താവ് എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഭവനം. Oh, this family always visited by Jesus. കർത്താവ് പറഞ്ഞ നല്ല ബന്ധമുള്ള ഭവനം. A family which is very good, in good relationship with Jesus. പക്ഷേ ആ ഭവനത്തിലെ സഹോദരൻ രോഗിയായി കിടക്കുന്നു. But this brother in this family is sick. ആ വീട്ടുകാർ കർത്താവിനെ അറിയിച്ചു. Oh, this family made arrangements to let Jesus know. ഞങ്ങളുടെ സഹോദരൻ സുഖമില്ലാതെ കിടക്കുന്നു. Our brother is sick. കർത്താവ് വന്നില്ല. But Jesus did not come. നമുക്കറിയാം. We know. പിന്നീട് കർത്താവ് അറിഞ്ഞത്, കർത്താവ് തന്നെ പറഞ്ഞത് അവൻ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. And later we read that Jesus himself said, our brother is sleeping. മരിച്ചുപോയി. Oh, he is dead. ലോകം പറഞ്ഞു ഇതുകൊണ്ട് തീർന്നു. The world said, with this it is over. മരിച്ചു കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? After death, on the 4th day, what did Jesus do? ആ വീട്ടിൽ വന്നു. He came to this house. ഒരുപക്ഷെ അയൽക്കാരെല്ലാം ചോദിച്ചു കാണും, Maybe all the neighbors have asked him, ഇപ്പൊ എന്തിനാ വന്നത്? why did you come now? സുഖമില്ലാതെ വന്നപ്പോ വന്നാൽ പോരായിരുന്നു. Oh, was it not enough for you to come when he was sick?
അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മരിച്ചപ്പോഴെങ്കിലും വരണ്ടായിരുന്നു. Oh, at least couldn't you come when he was at least just dead? ഇപ്പൊ എന്തിനാ വന്നത്? Why did you come now? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ If we speak in our own colloquial way, അനുശോചനം അറിയിച്ചു പോകാൻ വന്നതാണ്. oh, he must have come to just say some condolences. ദൈവങ്ങളെ, കർത്താവിന്റെ നിഘണ്ടുവിനടുത്ത് അനുശോചനം എന്ന പദമില്ല. Dear child of God, there is in the dictionary of Jesus there is no word condolences. ആ വീട്ടിൽ വന്നു കയറി. Jesus came to this house അടുത്ത മണിക്കൂറുകളിൽ എന്താ നടക്കാൻ പോകുന്നത് കർത്താവിന് അറിയാം. because Jesus knows what's going to happen in the next few minutes. പക്ഷേ ആ കുടുംബത്തിനകത്തെ ആളുകളുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. But Jesus is not able to bear the pain which the people are having. അവർ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുകയാണ്. They are crying, sitting at the feet of Jesus. കർത്താവും അവരുടെ കൂടെ കരയുകയാണ്. Jesus is crying with them. അടുത്ത മണിക്കൂറുകളിൽ ചിലത് സംഭവിക്കുമെന്ന് അറിയാവുന്ന കർത്താവ് എന്തിനെ ഇവരോട് കരഞ്ഞു? Why is Jesus, knowing that something is going to happen in the next few minutes, crying along with the people? ഇന്ന് പകൽ നീ കടന്നു പോകുന്ന എന്ത് അനുഭവമായാലും ആ അനുഭവത്തോട് താതാത്മ്യപ്പെടുന്നവനാ യേശു കർത്താവ്. Because my Jesus is a God who empathizes with us in whatever situations we are going through. കരയുമ്പോൾ കൂടെ കരയാൻ ഒരപ്പനെ കിട്ടിയത് ഓർത്തൊരു സ്തോത്രം. A Father who will cry along with us when we cry. അതിനെ പറയുന്നു യേശു കരഞ്ഞു. Word of Jesus cried. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാമല്ലോ. Oh, when we know. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. Oh, Jesus asked, where is he kept? കല്ലറയിലേക്കാ പോകുന്നത്. Oh, they are going to the graveyard, to the tomb. എല്ലാവരും ചിന്തിച്ചു കല്ലറ കാണാൻ പോവാണ്. Oh, everybody thought Jesus is going to see the tomb. കല്ലറ കാണാൻ പോവല്ല. Oh, Jesus is not going to see the tomb. മരിച്ചു എന്ന്. Oh, knowing that he is dead. അടക്കം കഴിഞ്ഞു എന്ന്. Knowing that the burial is over. നാറ്റം വെച്ചു എന്ന് പറയുക. Oh, it's being said that there is smell coming out of him. ചില വിഷയങ്ങളെ Oh, some matters will have been similar in our lives. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകും. God is going to. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? സാധ്യതയില്ലാത്ത Oh, some situations which has no chance. ചില വിഷയങ്ങളെ Some situations who are having very ill smell. ജീവന്റെ ശക്തി അയക്കുന്നവനാണ്. Jesus is going to send the power of life. ഞാൻ സേവിക്കുന്ന യേശു This Jesus is going to do that. പറയുന്നവനെ വിശ്വസിക്കുന്നുണ്ടോ? How many of you believe? ഇന്ന് മകൻ ഒറ്റ വാക്കുകൊണ്ട് One word from him. നിന്റെ ഏത് നാട്ടം വഹിക്കുന്ന വിഷയത്തെ Whatever problem you are having, മാറ്റി മറിക്കാൻ കഴിവുള്ള കർത്താവ്. Jesus is able to ഈ overcome. രാത്രി വന്നിട്ടുണ്ട്. He is here among us. Yes, yes, ശക്തിയോടെ ദൈവം Hallelujah. Lord, having faith in our hearts. Hallelujah. Yes. 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 അതിശക്തമായ ആത്മദൈവത്തിന്റെ ഒരു വലിയ നിലവിളികൾ നടക്കത്തില്ല. നാട്ടം വഹിക്കുന്ന വിഷയങ്ങളിലൂടെ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കട്ടെ. ചില കുടുംബത്തിനൊക്കെ തോന്നുന്നു നിൽക്കുന്ന വേദനയ്ക്ക് സ്വർഗ്ഗമിന്നവൻ മറുപടിയായി വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്ന കരം കൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തിയോട് പ്രവർത്തിക്കുന്ന യേശുവിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി Yes, Shapura Regal Kanadana Prodianava Shabana Sekeria. ആരും അറിയാത്ത വിഷയം. Oh, certain situations which nobody knows. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം. And some matters which nobody can resolve. നാറ്റം വമിക്കുന്ന വിഷയം. Oh, very ill-smelling issues. ആ വിഷയത്തിൽ Oh, these problems. ഒറ്റ വാക്കുകൊണ്ട് With one word,
പരിസമാപ്തി വരുത്തുന്ന Oh, ദൈവത്തെ Jesus can finish it. നമ്മൾ സ്വീകരിക്കുന്നത്. Oh, that is the God who we serve. വിശ്വസിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ Oh, സ്തോത്രം ചെയ്യുക. can we praise and thank God with faith in our hearts? Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ നാറ്റം വധിക്കുന്ന വിഷയത്തെ Oh, this problem with smell. ഒരത്ഭുതമാക്കി മാറ്റാം. God can change it into a ഒരത്ഭുതമാക്കി wonder. മാറ്റാം. God can change it into a wonder. കഴിയുന്നവനാണ് യേശു. Our God is all powerful to do that. വചനം പറയുന്നു, The word of God says, ഇവൻ ആരാ? who is this man? ഒന്ന്, One, അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. he is the one having power and authority over nature. നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏത് പ്രതിസന്ധിയെയും Or whatever problem which is coming against, നിർവീര്യമാക്കാൻ ശക്തിയുള്ളവൻ. he has the power to solve it. ദുരാത്മമണ്ഡലങ്ങളുടെ മേൽ അധികാരമുണ്ട്. The one having power and authority over evil forces. രോഗാത്മമണ്ഡലത്തിന്റെ മേൽ അധികാരമുള്ളവൻ. The one having power and authority over sicknesses. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. And the one having power and authority over death. നാറ്റം വെച്ച വിഷയങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. Oh, the situation being so rotten and smelly. കർത്താവ് ചോദിച്ച ഒരു കാര്യമുണ്ട്. But Jesus is saying one thing. പ്രവൃത്തി കൊണ്ട് ഞാൻ ഇന്നതൊക്കെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നു. With words I have revealed who I am. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടി ഒന്ന് വായിച്ച്. Matthew chapter 16 verse 13 we read. 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യം. Verse 13 to 17, Gospel of Matthew chapter 16. Yes. Praise the Lord. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. Praise God. Hallelujah. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും Oh, with words and deeds. അവൻ 4 അധികാരമുള്ളവനാണെന്ന് തെളിയിച്ചു. Oh, we just saw that he is powerful and having authority over 4 different areas. ആ 4 അധികാരമുണ്ടെന്ന് തെളിയിച്ചവൻ This person being revealed that he has authority over these 4 areas. ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് In Philip's Caesarea, ഒരിക്കൽ സംശയിച്ചവരോട് ചോദിക്കുക, oh, he's asking to some of them who doubted once, നിങ്ങൾ ഞാൻ ആരെന്നാ വിശ്വസിക്കുന്നത്? whom do you say that I am? അതിന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. And to this question some people said, എന്താ ഒന്നാമത്തെ ഗ്രൂപ്പ് പറഞ്ഞത്? ചിലർ പറഞ്ഞു ഇവൻ യോഹന്നാൻ. some people said this is John the Baptist. അടുത്തത് Next, എലിയാവ്. Elijah. അടുത്തത് യെരമ്യാവ്. Jeremiah, some people said. ഇവരാരെങ്കിലും ബൈബിൾ ചരിത്രത്തിലെ കുറഞ്ഞ കക്ഷികളാണോ? Is any of them, are they small people in the Bible? യോഹന്നാൻ സ്നാപകൻ ചെറിയ ആളാണോ? Is John the Baptist a little guy in the Bible? ആണോ? കർത്താവ് സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ What did Jesus- ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. Jesus said about John the Baptist, no man born from a woman is small, is greater than John the Baptist. പഴയ നിയമ പ്രവാചക പുസ്തകത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു എലിയാവ്. Elijah, the powerful prophet in the Old Testament. ചെറിയ ആളാണോ? Is he a little guy? അല്ല. No. കരച്ചിലിന്റെ പ്രവാചകൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് യെരമ്യാവ്. The lamenting prophet is who Jeremiah is. ചെറിയ ആളാണോ? Is he a small guy in the Bible? അല്ല. No. പക്ഷേ ഞാനിതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഈ സംശയിച്ച് നിന്നോട് ചോദിക്കുക. Oh, but Jesus is telling, I am none of them, and he's asking the people, his disciples, what do you think who I am? ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയണം. You need to say who I am. പത്രോസ് പറഞ്ഞൊരു ഉത്തരവുണ്ട്. Oh, there's an answer which Peter said. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ. Peter said, thou art Christ, the Son of the living God. ദൈവമക്കളെ,
യേശു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. Dear child of God, Jesus is having authority over the nature. ദുരാത്മ മണ്ഡലത്തിന്റെ മേൽ He അധികാരമുള്ളവനാണ്. has authority and power over evil forces. രോഗാത്മ മണ്ഡലത്തിന്റെ മേൽ He അധികാരമുള്ളവനാണ്. has authority and power over diseases. മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. And he has power and authority over death. നാറ്റവെച്ച വിഷയങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. He has power and authority over rotten issues of our lives. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഒരു ദൈവപുത്രന് അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. But beyond all these things, there is a revealed mystery which we know that he is the Christ, the Son of the living God. ലോകത്തിന് മുൻപിൽ യേശു അവതാര പുരുഷനും അത്ഭുതവാനുമൊക്കെയാണ്. But before the world, Jesus might be a mysterious man, a wonderful, wonder-making man. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, But today, Holy Spirit is asking us, വ്യക്തിപരമായ ജീവിതത്തിൽ personally and individually, യേശു ആരാണ് നമ്മളുള്ളത്? who is Jesus to us? പത്രോസ് പറഞ്ഞതുപോലെ As Peter said, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയാനുള്ള can we say that Jesus is Christ, the Son of the living God? ആഴമായ ഒരു വെളിപ്പാടിലേക്ക് And do we have a deep revelation? എന്നെ എത്തിക്കണമേ എന്ന് Or can we say, Lord, can you take me in that direction? നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. Can we surrender ourselves with that prayer in our hearts to God? പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, Oh, there is a word which Paul says, അവനെയും him, അവന്റെ കഷ്ടാനുഭവത്തെയും അനുഭവിച്ചറിയേണ്ടതിന് നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. oh, Paul says that I am selected for eternity, to know him and to know his sufferings. ദൈവമക്കളെ, ക്രിസ്തു ആരാണെന്ന ആഴമായ തിരിച്ചറിവ് വരുന്നത് നിത്യതയ്ക്ക് വേണ്ടി എന്നെ അവൻ തിരഞ്ഞെടുത്തു എന്ന അറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. Oh, dear child of God, the deep revelation to know who Jesus is comes when we know that Jesus has selected us for eternity to know him and the suffering which he has taken. അതിൽ രണ്ട് കാര്യം അറിയണം. And for that we need to know two things. അവനെ അറിയണം, We need to know him, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം. and we need to be in fellowship with the sufferings which he has taken and he has gone through. ഇന്ന് പകൽ Today morning, ലോകത്തിലുള്ള പൊതുവായുള്ള ഒരു അറിവല്ല യേശുവിനെ കുറിച്ച് നമുക്ക് വേണം. oh, the knowledge about Jesus should not be just the general knowledge which people know about Jesus. എനിക്ക് യേശുവിനെ ഒന്ന് അറിയാം. But we need to know Jesus individually. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you have that desire in your hearts? ഞാൻ അറിഞ്ഞതിനപ്പുറത്തുള്ള A knowledge which I know. യേശുവിനെ എനിക്കൊന്ന് അറിയണം. Oh, beyond that, I want to know him deeper. അപ്പോൾ അറിഞ്ഞ ഒരു യേശു ഉണ്ട്. There is a Jesus whom Paul knew. 3 വർഷക്കാലം പലസ്തീനിൽ സഞ്ചരിച്ച Oh, yeah, for 3.5 years he was ഒരു traveling. പ്രവാചകൻ എന്ന ഖാനി നേടി റോമൻ പടയാളികളാൽ കൊല്ലപ്പെട്ടു. പക്ഷേ അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോർത്തിച്ചു കൊണ്ടുപോയെന്നുള്ള അറിവിൽ ഈ ക്രൈസ്തവരെ മുഴുവൻ നശിപ്പിക്കാൻ നടന്നപ്പോൾ പക്ഷെ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പകൽ സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം അവന്റെ മേൽ വീണു. Oh, Paul knew a Jesus who was in the land of Rome for 3.5 years being crucified, but at the gate of Damascus, a light like the light of sun has encountered Paul. അവൻ അന്ന് കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? That day, Paul asked Jesus, "Who are you, Lord?" നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. And Jesus said, "I am Jesus whom you are persecuting." അടുത്തത്, And next, ഞാൻ അറിഞ്ഞു നീ ആരാണെന്ന്, പക്ഷേ എനിക്ക് നിന്നെ കൂടുതൽ അറിയാം. Paul says, I know now who you are, but I want to know you deeper. പെന്തിക്കോസ്തിൽ വന്നിട്ട് 20 വർഷമായി 30 വർഷമായി ജനിച്ചു വളർത്തപ്പെട്ടവരുണ്ട്. Maybe it's 20 years, 30 years that you have come to the church to come to Pentecost. അറിഞ്ഞ യേശുവിന് അപ്പുറത്തുള്ള യേശുവിനെ അറിയാൻ എത്ര പേർക്ക് ആഗ്രഹം? But how many of you desire to know a Jesus beyond what you have known? അറിയാൻ താല്പര്യപ്പെട്ടപ്പോൾ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോകാൻ
ദൈവാത്മാവ് ആവശ്യപ്പെട്ടു. Oh, but when Paul was desiring this, Paul was willing, Holy Spirit asked him to go to the desert in Arabia. അവിടെ വെച്ച് യേശു ആരാണെന്നുള്ള ആഴമായ വെളികൾ പൗലിന് പരിശുദ്ധാത്മാവ് കൈമാറി. And Holy Spirit gave deeper revelations about who Jesus is in that desert. യേശു ആരാണെന്ന് തമ്മിൽ സംവദിക്കുന്ന ശിഷ്യന്മാരെ പോലെയല്ല. Not just like the disciples who talk among themselves, who is Jesus? ഞാൻ അറിഞ്ഞതിനും അപ്പുറത്തുള്ള യേശു ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എന്റെ അകത്ത് തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പൗലോസിനെ പോലെ. But just like Paul who desired to know Jesus more than he came to know him, just like this Paul, ആയിത്തീരാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണത്തോടെ can we submit our hearts before God just like him? ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു. And can we surrender our lives before God? എല്ലാ കണ്ണുകളും അടച്ചാൽ Oh, can we close our eyes? ദൈവസഭകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു വെളിപ്പാടിലേക്ക് സഭകളൊന്ന് മടങ്ങി വരട്ടെ. Oh, let all the churches come back to the mystery, the revelation of who Jesus is, which the churches are being lost these days. Who do you say that I am? ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയത്തക്കവണ്ണം The Son of the living God, Christ, if we say like that. ആ വെളിപ്പാടിനപ്പുറത്തേക്കുള്ള To know him beyond that. അടുത്ത വെളിപ്പാടുകളുടെ കലവറകൾ തുറക്കാനാണ് എത്ര പേര് ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കും. എനിക്ക് കൂടുതലായി ഞാൻ അറിഞ്ഞതിനപ്പുറത്ത് എന്റെ യേശുവിനെ അറിയണം. I want to know Jesus more than I know him. Now I want to know him more in revelation. How many of you surrender yourselves to God in this aspect, in this prayer? അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. Let us surrender and give ourselves to God. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു Today morning, all our eyes being closed, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. and we pray to God. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, Our dear heavenly loving Father, വളരെ വിലപ്പെട്ട നല്ല അവസരത്തിന് നന്ദി പറയുന്നു. thank you for this beautiful blessed opportunity. നിന്റെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for this presence. കർത്താവേ, ഇവിടെ കിടന്നവർ എല്ലാവർക്കുമായി പ്രാർത്ഥിക്കും. Lord, I pray for everybody here. നീ ആരാണെന്നുള്ള ഒരു പൊതുവായ അറിവല്ല, Not just a general superficial knowledge of who you are, അതിനപ്പുറത്ത് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ but beyond that in our personal lives. നീ ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് കൃപ തരണം. But we want grace to know you deeper. ഈ ജനത്തിന്റെ മേൽ ആഴമായ ക്രിസ്തു വെളിപ്പാടിനെ കൈമാറും. Oh, hand over great and deeper Christ revelations. കർത്താവ് അത്ഭുതം ചെയ്യണം. Lord, do wonders in our lives. യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ In the mighty name of Jesus Christ. Amen. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരങ്ങളെ വേർതിരിച്ച ദൈവദാസനോടുള്ള ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.